സഭയുടെ അൽഫോൻസ അഗ്നിയിലൂടെ നടന്നുയർന്നു, അവശതയേറെ അനുഭവിച്ചു, അനുഗ്രഹപ്പൂമഴ പെയ്തിറക്കി. ഇന്ന് നമുക്ക് തുടക്കം പിടിക്കുന്ന ഈ പ്രാർത്ഥനയെ പറ്റിയുള്ള ഒരു പഠനമാണ് ശരിക്കും നമ്മൾ കേൾക്കേണ്ടത്. നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ താനോട് നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നു, നമ്മൾ അത് കിട്ടാൻ വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കുന്നു. അത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ കർത്താവിനോട് വേറെ പ്രാർത്ഥന ചെയ്യുന്നു. സാധാരണ നമ്മുടെ പ്രാർത്ഥന ഇവിടെയാണ് ചെല്ലുന്നത്. ഇവിടെ കേട്ടിട്ടുണ്ട് നിങ്ങൾ ശരിക്കും യോഹന്നാൻ ഒരു പിശാച് ബാധ ഒഴിക്കുന്നവരെ കണ്ടു. അവൻ യേശുവിന്റെ നാമത്തിലാണ് പിശാചിനെ പുറത്താക്കുന്നത്. പക്ഷേ ആ അപ്പസ്തോല ഗണത്തിൽ പെടാത്ത കാരണം ഞാൻ അവനോട് ഇത് ചെയ്യരുതെന്ന് പറഞ്ഞ് അവനെ പിന്തിരിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഈശോ എന്താണ് ചെയ്യുന്നത്? ഈശോ ആ പിശാച് ബാധ ഒഴിവാക്കുന്ന മനുഷ്യനെ തിരുത്തുന്നതിന് പകരം യോഹന്നാനെയാണ് തിരുത്തുന്നത്. രണ്ടാമത്തെ കാര്യം, യോഹന്നാനും സഹോദരനായ അന്ത്രോസും കൂടെ ഒരുമിച്ച് വന്ന ഇപ്രാവശ്യം സമരക്കാരെ പറ്റി കുറ്റം പറഞ്ഞു. സമരക്കാരൻ നമ്മളെ അവരുടെ നാട്ടിലെ കടത്തി സമ്മതിക്കുന്നില്ല, അവർ ജെറുസലേമിൽ പോകാനും അതാലും ഞങ്ങൾ ദൈവത്തോട് വിളിച്ച് അഗ്നി അവരുടെ മേൽ വിട്ടട്ടെ എന്ന്. അതോട് പറ്റുമില്ല എന്നുള്ള കാര്യം വേറെ കാര്യം, പക്ഷെ അതാണ് അവർ ആഗ്രഹിച്ചത്. അപ്പോൾ കർത്താവ് എന്താണ് ചെയ്യുന്നത്? കർത്താവ് സമരക്കാരെ തിരുത്തുന്നതിന് പകരം ഈ യോഹന്നാനെയും അന്ത്രോസ് സഹോദരനെയുമാണ് തിരുത്തുന്നത്, യാക്കോബിനെ. ഈ രണ്ടുപേരെ ഈ രണ്ട് കാര്യത്തിലും നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇതാണ്, എപ്പോഴെങ്കിലും ആരെങ്കിലും ദൈവത്തിന്റെ യേശുവിന്റെ അടുത്ത് എന്ന് പറയുമ്പോൾ യേശു ആരെയാണ് തരുന്നത്? നമ്മളൊരു കംപ്ലൈന്റ് ചെയ്ത് പറയും, നമ്മൾക്ക് എന്തൊരു ദുഃഖങ്ങളുണ്ട് കർത്താവിന്, കർത്താവ് ശരിക്കും തിരുത്തുന്നത് നമ്മൾ കംപ്ലൈന്റ് ചെയ്യുന്ന ആളെ പറ്റിയല്ല, നമ്മളെയാണ് കർത്താവ് തിരുത്തുന്നത്. രണ്ട് കാര്യത്തിൽ ലൂക്കായുടെ അധ്യായത്തിൽ നിങ്ങൾ നോക്കുക, വീട്ടിൽ ചെല്ലുമ്പോൾ സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ് 10-ാമത്തെ അധ്യായം, അത് നിങ്ങൾക്ക് അറിയാവുന്ന കഥയാണ്. ബദനിയിൽ ചെല്ലുമ്പോൾ മാർത്ത ഈശോയുടെ മേരിയെ പറ്റി കംപ്ലൈന്റ് ചെയ്യും. ആർക്കാണ് തിരുത്തൽ കിട്ടുന്നത്? മേരിക്കല്ല, മാർത്തായ്ക്ക്. 11-ാമത്തെ പ്രാർത്ഥനയെ പറ്റി പറയുന്നത് കൂടി നമുക്ക് പറയാൻ പറ്റും. 12-ാം അധ്യായത്തില് അവിടെ ഏതാണ്ട് 13 തൊട്ട് 21 വചനങ്ങളിൽ ഒരു സഹോദരൻ അവന്റെ മിക്കവാറും അവനോട് സമ്പത്ത് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. ഈശോ എന്താണ് ആരെയാണ് തിരുത്തുന്നത്? ജ്യേഷ്ഠനെയാണ് തിരുത്തുന്നത്. ഈ കംപ്ലൈന്റ് ചെയ്യുന്ന സഹോദരനാണ് തിരുത്തുന്നത്. അത് 13-ാം അധ്യായത്തിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവര് പിലാത്തോസിനെ പറ്റി പറയുന്നു. പിലാത്തോസ് ധാരാളം ഗലീലയുടെ മനുഷ്യരെ കൊന്നെന്ന്. പക്ഷേ കർത്താവ് ഈ കൊല്ലുന്ന പിലാത്തോസിനെ പറ്റിയോ മരിച്ചവരെ പറ്റി ഒരു വാക്കുപോലും പറയുന്നില്ല. എന്താണ് പറയാ? നിങ്ങൾ ദൈവത്തിലേക്ക് തിരിച്ചു വരിക എന്നാണ്, മാനസാന്തരത്തിൽ തിരിച്ചു വരിക. ഇതാണ് കർത്താവ് പറയുന്നത്. വചനത്തിലുള്ള മുഴുവൻ വാക്ക് നോക്കി ഇതാണ്. ഏതാരെങ്കിലും ദൈവത്തിന് മുമ്പിൽ ചെന്ന് എന്തെങ്കിലും പറഞ്ഞാൽ ദൈവം തിരുത്തുന്നത് നമ്മൾ പറയുന്ന ആളെയല്ല, കംപ്ലൈന്റ് അല്ല, നമ്മളെയാണ് ദൈവം തിരുത്തുന്നത്. ശരിക്കുമുള്ള പ്രാർത്ഥന ഇതാണ്. പ്രാർത്ഥനയിൽ നമ്മൾ ദൈവത്തോട് മുമ്പിരിക്കുമ്പോൾ ദൈവം നമ്മളെയാണ് തിരുത്തേണ്ടത്. നമ്മളിപ്പോൾ നമ്മുടെ ഒരു സഹോദരന് അവരെ നമ്മുടെ ഭാര്യയ്ക്ക് ഭർത്താവിനെ പറ്റി പറയുമ്പോൾ പലപ്പോഴും നമ്മൾ അവരെ തിരുത്താൻ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ കർത്താവിന്റെ അടുത്ത് വന്നാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് ഒരു കാര്യം ചെയ്യും, അവരെ തിരുത്തുന്നവരെ നമ്മളെ തിരുത്തും. അതാണ് ശരിക്കുള്ള പ്രാർത്ഥന. സാധാരണ ഞാൻ എപ്പോഴും പറയും, നമ്മുടെ പ്രാർത്ഥന 2 C ആണ് ഇംഗ്ലീഷിൽ പറയുന്നത്. കൗൺസിലിംഗ്, കംപ്ലൈന്റ്. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ദൈവത്തിനോട് എന്ന് പറയും, ദൈവം എന്താണ് ചെയ്യേണ്ടത്. ഉപദേശം ആർക്കാണ് കൊടുക്കുന്നത്? നമ്മൾ ദൈവത്തിന് ഉപദേശം കൊടുക്കും. നീ ഇന്നതുപോലെ ചെയ്യുക. അതിന്റെ അർത്ഥം എന്താണ്? നീ ചെയ്യേണ്ട കാര്യം ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾ ദൈവത്തോട് പറയുന്നത്. നമ്മുടെ ഇവിടെ കഴിഞ്ഞ ഇലക്ഷന് ഈ തെരഞ്ഞെടുപ്പ് പുസ്തകം നമ്മളെന്താ പ്രാർത്ഥിച്ചേ? ഇവിടുത്തെ കാര്യങ്ങളൊന്നും ശരിയാകുന്നില്ല, ഇവിടുത്തെ കാര്യങ്ങൾ കർത്താവ് നോക്കുന്ന, കർത്താവ് റൂമിലും ഇങ്ങനെ വിശ്വസ്ഥലത്തൊക്കെ ബിസി ആകാൻ ഇവിടുത്തെ കാര്യം അറിയത്തില്ല. അത് കാരണം ഇവിടുത്തെ കാര്യം അറിയാവുന്ന നമ്മൾ ദൈവത്തോട് പറയുകയാണ് ദൈവം എന്ത് ചെയ്യണമെന്ന്. ആരെ ഉപദേശിക്കുന്നു? നമ്മൾ ദൈവത്തെ ഉപദേശിക്കുന്നു. കൗൺസിലിംഗ് കൊടുക്കുന്ന നമ്മളാണ്. അതിന്റെ അർത്ഥം എന്താണ് പറയുന്നത്? ഒന്നെങ്കിൽ ദൈവത്തിന് അറിയത്തില്ല, അല്ല ദൈവം നമ്മളെ ശ്രദ്ധിക്കുന്നില്ല. ഇതാണ് നമ്മൾ ദൈവത്തിൽ ശരിക്കും പറയുന്നത്. നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചു. ഇപ്പൊ എന്റെ ഞങ്ങളുടെ സഹോദരൻ സഹോദരന്മാർ മരിച്ചു. ഇപ്പൊ സജീവ് രോഗിയായപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്താണ്? രോഗം സൗഖ്യപ്പെടാൻ വേണ്ടി. അത് കഴിഞ്ഞ് സജീവ് മരിച്ചു. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അടുത്ത് വരുന്ന കംപ്ലൈന്റ് ആണ്, ഞാൻ പ്രാർത്ഥിച്ചു, നീ അത് കേട്ടില്ല.
മാർത്തായും മേരി ഇത് തന്നെയാണ് ചെയ്യുന്നത്. മാർത്തായും മേരി എന്താണ്? ലാസറിന് രോഗമാണ്, അവനെ ഒന്ന് സൗഖ്യപ്പെടുത്തി എന്താണ് കൗൺസിലിംഗ് കൊടുക്കുകയാണ്, നീ ഇത് ചെയ്യും. രണ്ടാമത് അത് നടന്നില്ല, എന്നാലും പറയുന്നത് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കും. കംപ്ലീറ്റ് നമ്മുടെ മിക്ക പ്രാർത്ഥനകൾ അത്ര ശ്രദ്ധിക്കുക. സാധാ ഈ 2 C ആണ്. ഒന്നെങ്കിൽ നമ്മൾ ദൈവത്തിന് ഐഡിയാസ് കൊടുക്കുന്നു, കാരണം ദൈവത്തിന് ഐഡിയാസ് ഇല്ല, നമ്മൾക്കാണ് അറിവ് കൂടുതലുള്ളത്. 2, ആ അറിവനുസരിച്ച് ചെയ്തില്ലെങ്കിൽ നമ്മൾ ദൈവത്തിനോട് മുഖം വീർപ്പിച്ച് അടുത്ത കംപ്ലൈന്റ് അടിക്കും. പലരും പ്രാർത്ഥനകൾക്ക് നിർത്തിപ്പോയാൽ നിങ്ങൾക്ക് അറിയാലോ, ഞാനിവിടെ നൊവേന നടത്തി, അതെല്ലാം കിട്ടിയില്ല, ദൈവമായിട്ടുള്ള ബന്ധം അതോടെ നിർത്തി. ശരിക്കുള്ള പ്രാർത്ഥന എന്താണ്? നമ്മൾ ദൈവത്തിന് മുമ്പിൽ പോകുമ്പോൾ അറിവുള്ള ദൈവത്തിനാണ് എല്ലാം അറിയാനുള്ളത്. ഈ ഇംഗ്ലീഷ് ഞങ്ങൾ 2 വാക്ക് ഉപയോഗിക്കും, വേർഷിപ്പ്. വേർഷിപ്പ് എന്ന് പറഞ്ഞാൽ സത്യം, അതിന്റെ അർത്ഥാനം നമ്മൾ ഇങ്ങനെ തുടിക്കുക എന്നുള്ളതല്ല വാക്ക്. വേർഷിപ്പ് ഇംഗ്ലീഷിൽ ശരിക്കും പഴയ ഇംഗ്ലീഷിന്റെ അർത്ഥം എന്താണ്? അസ്ക്രൈബ് ബോത്ത്, അതായത് എല്ലാ മൂല്യങ്ങളും എല്ലാ കാര്യങ്ങളും ദൈവത്തിലാണ് എന്നുള്ള ആ നമ്മുടെ റെക്കഗ്നീഷനാണ് ശരിക്കും വേർഷിപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറയുകയാണ് എല്ലാം ദൈവത്തിലാണ്, നന്മയും എല്ലാ ശക്തിയും പ്രാപ്തി എല്ലാം നമ്മൾ അത് സ്ഥിരീകരിക്കുമ്പോഴാണ് ശരിക്കുള്ള വേർഷിപ്പ്. അപ്പൊ എല്ലാം ദൈവത്തിലാണെങ്കിൽ നമ്മൾ എന്താണ്? എന്റെ അറിവുകൊണ്ട് ഞാൻ ഇതാണ്, എന്റെ ഭാര്യ, എന്റെ ഭർത്താവ്, എന്റെ മക്കൾ ഇങ്ങനെ നടക്കണമെന്ന് ഞാൻ പറയുന്നു. പക്ഷെ കർത്താവിനെടുത്ത് കർത്താവിന് ശരിക്കുള്ള ജ്ഞാനമുള്ളത്. എന്റെ ജ്ഞാനത്തിന് എനിക്ക് ഇത്രേ അറിയത്തുള്ളൂ. ആ ജ്ഞാനം കൊണ്ട് ഞാൻ കർത്താവിനോട് പറയുന്നു. പക്ഷെ കർത്താവിനാണ് ശരിക്കുള്ള ജ്ഞാനം. കർത്താവിന് എവിടെ, എന്ത്, എങ്ങനെ, എപ്പോൾ ചെയ്യണമെന്ന് അറിയാം. ആ അറിവ് എനിക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് ഞാൻ കർത്താവിനടുത്ത് ചെയ്യുന്നു. അപ്പോൾ കർത്താവ് എന്ത് പറയും? എന്നോട് പറയും, മകനെ നീ ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ നിന്നോട് പറയും. കർത്താവ് എന്താണ് നമ്മളിൽ നിന്ന് സ്വീകരിക്കുക? കർത്താവ് എല്ലാവരെയും കർത്താവിനെ പോലെ ആക്കാനാണ് നോക്കുന്നത്. നമ്മൾ പലപ്പോഴും നമ്മൾ ദൈവത്തെ നമ്മളെ പോലെ ആക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിൽ ഏറ്റവും നല്ലൊരു ബന്ധം കേൾക്കണമെങ്കിൽ നിങ്ങൾ ലൂക്കായുടെ ഇതിനു മുമ്പുള്ളത് 7-ാമത്തെ അധ്യായത്തിൽ വായിക്കണം. യോഹന്നാൻ കർത്താവിനെ തിരുത്താൻ പോകുന്നു. യോഹന്നാൻ ശിഷ്യന്മാരെ വിട്ട് നീയാണോ ശരിക്കും മിശിഹാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ കർത്താവ് ശരിക്കും ഒരു പൊട്ടി ശരിക്കും യോഹന്നാൻ കൊടുക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും അറിയണം, നമ്മുടെ അറിവ് കൊണ്ടും നമുക്കുള്ള എല്ലാ കഴിവും സ്നേഹം കൊണ്ടാണ് നമ്മൾ ഒരിക്കലും ദൈവത്തെ പോലെ ആകത്തില്ല. നമ്മുടെ അറിവ് അത്ര ഈ ഭൂമിയിലുള്ള ഇതാണ്. പക്ഷെ ആ ദൈവം എവിടെയാണെന്നും എങ്ങനെയാണ് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ പോലെ ആക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഏത് നിമിഷവും കൊടുത്തിട്ട് തന്നെ നമുക്ക് പറയാം. ഞാനിപ്പം എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭാര്യ ഭർത്താവോ എന്നാ നമ്മൾ പുറകോടും നമ്മളെന്താണ് പറയുന്നത്? പുള്ളി പറയുമ്പോഴേ സ്വാമിതയിൽ പെരുമാറണം, പുള്ളി പറയും നന്ദി. പക്ഷെ കർത്താവ് പറയും അത് ഞാൻ അവനോട് പറയേണ്ടവർ ചെയ്യും. നീ എന്താണ്, നിനക്ക് എന്നെ പോലെ ആകണ്ടേ? നിനക്ക് കുറെ കൂടെ ശാന്തിയുള്ളവർ, കുറെ കൂടെ പ്രാർത്ഥിക്കുന്നതിന് മാറാൻ പറ്റത്തില്ലേ? അപ്പൊ കർത്താവ് നമ്മളെ തിരുത്താൻ ശ്രമിക്കും. എന്തുകൊണ്ടാണ്? നമ്മളോട് സ്നേഹം കൊണ്ട് കർത്താവ് നമ്മളെ ദൈവത്തെ പോലെ ആക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് യോഹന്നാൻ ഇവരെ തിരുത്തേണ്ടത്. യോഹന്നാൻ എന്തേലും പരിശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് കർത്താവിന് ഈ ഭൂമിയിൽ ജനിച്ചവരിൽ ഒരു സ്ത്രീയോട് ഒരുക്കുന്ന ആരും ഒരിക്കലും ഏറ്റവും വലിയ മനുഷ്യനാണ് യോഹന്നാൻ എന്നാണ് കർത്താവ് പറയുന്നത്. എങ്കിലും അടുത്ത വാക്ക് എന്താണ്? സ്വർഗത്തിൽ ഏറ്റവും ചെറിയ മനുഷ്യൻ പോലും അവനേക്കാൾ വളരെ വലുത്. അതായത് അർത്ഥം ഇന്ന് യോഹന്നാൻ മരിക്കുകയാണെങ്കിൽ യോഹന്നാൻ സ്വർഗത്തിൽ കയറാൻ പറ്റത്തില്ലെന്നാണ് ഏതാണ് ഈശോ പറയുന്നത്. ഇനി ഒരു വലിയൊരു ഗ്യാപ്പുണ്ട്. നമ്മൾ മനുഷ്യരാണ്, നമ്മുടെ അറിവുകൾ നമ്മൾ ഓർക്ക് നമ്മുടെ ദൈവത്തെ അറിയാം. പക്ഷെ നമ്മൾക്ക് ദൈവത്തെ വിട്ടു പറയും കുറച്ചൊക്കെ അറിയാം. ആ ദൈവം അതൊരു വീലി നമുക്ക് അറിയപ്പെടും. പക്ഷെ ദൈവത്തെ പോലെ ആകണമെങ്കിൽ ധാരാളം വളരാനുണ്ട്. നമ്മുടെ വേദനകളും ദുഃഖങ്ങളും വരുമ്പോൾ നമ്മൾ ഓർക്കുന്നത് കർത്താവിന് ഒരു വാക്ക് മതി മാറ്റാം. എന്തുകൊണ്ട് കർത്താവ് മാറ്റാൻ ശ്രമിക്കുന്നു? കാരണം നമ്മളെ കർത്താവിനെ പോലെ ആക്കാൻ നമ്മൾ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വിശുദ്ധ അൽഫോൻസാമയൊക്കെ ഇങ്ങനെ സഹനത്തിലേക്ക് വഴിവെച്ചിട്ട് ഈ യാത്രയിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കുരിശിന്റെ വഴി ജെറുസലേമിലേക്ക് പോകുന്ന സമരക്കാരെടുത്തത് നമ്മളാണ്. ഈ ആരെങ്കിലും ജെറുസലേം എവിടെയാണ് എന്താണ് കുരിശ് ആണ് അവസാനം വരുന്നത്. ആ വഴിയിൽ ആർക്കും പോകാൻ ഇഷ്ടമില്ല. നമുക്ക് നമ്മുടെ വഴികൾ നടക്കണം. അവിടെയാണ് കർത്താവിന്റെ തിരുത്തലുകൾ വരുന്നത്. അപ്പൊ ആ തിരുത്തലെടുക്കാൻ നമ്മൾ റെഡിയാണ്. നമ്മളെപ്പോഴും എന്താണ് പറയുന്നത്? യാക്കോബിന്റെ അധ്യായത്തിന് 4-ാമത്തെ അധ്യായത്തിന് നമുക്ക് ഇതിനു മുമ്പുള്ള ഒരു വചനമുണ്ട്. നിങ്ങൾ പലപ്പോഴും പ്രാർത്ഥിക്കുക എന്താണ്? നിങ്ങളുടെ ഇഷ്ടം നിറവേറാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെ സ്വന്തം ഇഷ്ടം നിങ്ങൾ പ്രാർത്ഥിച്ച് എന്തുകൊണ്ടാണ് കിട്ടാതിരിക്കുന്നത്? മൂന്നാമത്തെ വചനമാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് കിട്ടാത്തത്? നിങ്ങളുടെ അഭിലാഷങ്ങൾ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ മാത്രം നടത്താൻ വേണ്ടി നിങ്ങൾ പറയും. അതുകൊണ്ട് കർത്താവ് പലതും തരാത്തത്. നമ്മുടെ പലപ്പോഴും പ്രാർത്ഥന നമ്മുടെ കുറവുകളെ അത് മൂടി വെക്കാനുള്ള പ്രാർത്ഥനയാണ് നമ്മൾ ചെയ്യുന്നത്.
ഇപ്പൊ നോക്കുക, നമ്മൾ എന്താണ് സാധനം, നമുക്കൊരു പനി വരുമ്പോൾ എന്താണ് പനി വരുമ്പോൾ ഇപ്പൊ എല്ലാവർക്കും പനിയുണ്ട്, നമ്മൾ എന്ത് ചെയ്യും? ഒരു ഡോക്ടറെ എടുത്ത് ഡോക്ടർ എന്ത് ചെയ്യാം, അന്തരീക്ഷത്തിൽ പനിയുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും പനി കിട്ടും. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്? അന്തരീക്ഷത്തിൽ പനിയുണ്ടെങ്കിൽ നമുക്ക് അന്തരീക്ഷത്തിൽ മരുന്ന് കൊടുക്കും. അതാണ് നമ്മൾ പറയുന്നത്. അന്തരീക്ഷത്തിൽ പനിയുണ്ടെങ്കിൽ അത് എന്റെ ഇമ്മ്യൂണിറ്റി, എനിക്കത് കുറവുണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പൊ ആർക്കാണ് മരുന്ന് കൊടുക്കുന്നത്? നമുക്ക് മരുന്ന് കൊടുക്കണം. ഞാനാണ് മരുന്ന് എടുക്കേണ്ടത്. എന്റെ ഭാര്യയോ ഭർത്താവോ എന്റെ മക്കളുടെ കുറവുണ്ടെങ്കിൽ എന്താണ് എനിക്കത് എടുക്കാൻ പറ്റുന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്നിൽ എന്തോ കുറവുണ്ടെങ്കിൽ എനിക്ക് ശാന്തിയിലായിരിക്കും, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, എന്റെ സ്നേഹമില്ലായിരിക്കും. അതാണ് നമ്മൾ പുറത്തു കാണിക്കുന്നത്. അപ്പൊ അതിൽ നമ്മൾ വളരാനാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ദൈവത്തിനടുത്ത് പ്രാർത്ഥിക്കാൻ പോയാൽ പുറത്തു വരുമ്പോൾ ദൈവം നമ്മളെ തിരുത്തും. ഒരു പ്രാർത്ഥനയിൽ എന്നും പുറത്തു പോകും നമ്മളെ തിരുത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ സ്വരം കേട്ടിട്ടില്ല. അതുകൊണ്ട് എബ്രായത്തിൽ 4:12 പറയുന്നത് അത് ഈ രണ്ട് സൈഡിലും മൂർച്ചയുള്ള വാളായിട്ട് ഈ വചനത്തെ പറ്റി പറയുന്നത്. അതായത് ആ വചനം ആദ്യം നമ്മളെ തിരുത്തണം, എന്നിട്ടാണ് മറ്റുള്ളവരെ തിരുത്തുന്നത്. അതാണ് ശരിക്കുള്ള വചനം. നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥനയ്ക്കും ദൈവത്തിൽ പ്രാർത്ഥിക്കുമോ അല്ലെങ്കിൽ നമ്മളൊരു വചനത്തെ പറ്റി ശ്രമിച്ച് അത് ധ്യാനിക്കുമ്പോൾ കർത്താവ് നമ്മളെ തിരുത്തിയിട്ടില്ലെങ്കിൽ അന്ന് നമ്മൾ വചനം കേട്ടിട്ടില്ല എന്നാണ് ഞാൻ. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കും. ആർക്കുവേണ്ടി പ്രാർത്ഥിക്കും? അവരെ കുറവില്ലെന്നല്ല പറയുന്നത്, കുറവുണ്ട്, കുറവ് കർത്താവ് തരുന്നു. പക്ഷെ നമ്മളിൽ കുറവുണ്ടെന്ന് കർത്താവ് കാണിക്കും. ആ കുറവ് തരുന്നത് നമ്മൾ ഇരിക്കുകയാണ്. അതാണ് കർത്താവ്. എല്ലാ പ്രാർത്ഥനയിലും ദൈവത്തെ പോലെ ആകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. കാരണം ദൈവം ഒരു കാര്യം, പലരും ഞാൻ എപ്പോഴും നിങ്ങൾക്ക് എന്താ ആഗ്രഹം? എല്ലാവരും സ്വർഗത്തിൽ പോകാനാണ്. കർത്താവ് എന്നാ ആരോട് പറഞ്ഞു സ്വർഗത്തിൽ വരാൻ പറഞ്ഞത്? കർത്താവ് വളരെ പറ്റി പറഞ്ഞ നീ എന്നെ പോലെ വിശുദ്ധിയുള്ളവനാകാൻ പറഞ്ഞിരിക്കുന്നത്. പലരും സ്വർഗത്തിൽ പല ഐഡിയസ് ആണ്. സ്വർഗം എന്ന് പറഞ്ഞാൽ ദൈവത്തെ പോലെയാകും. അതിലേക്കുള്ള വഴിയാണ് നമ്മൾ സ്വർഗത്തിൽ പോകാൻ വന്നവരല്ല, ദൈവത്തെ പോലെയാകാൻ വന്നവരാണ്. ദൈവത്തെ പോലെ വിശുദ്ധി, ദൈവത്തെ കരുണയുള്ള ആകാൻ നമ്മൾ ആഗ്രഹിക്കും. അങ്ങനെയാകുന്നെങ്കിൽ നമ്മൾ എന്നും ദൈവത്തിന് മുമ്പിൽ പോകുമ്പോൾ ദൈവം നമ്മളെ പഠിപ്പിക്കും. നമ്മുടെ ആ കൊച്ചു ബുദ്ധിയോട് നമ്മൾ പറയുന്നത് മോനെ ഇത് പോരാ, മോളെ ഇത് പോരാ, അത് ശരിയാണ്, അവർ കുറവുണ്ട്, നിനക്ക് കുറച്ചുകൂടെ ശാന്തിയോട് പെരുമാറത്തില്ല, നിനക്ക് കുറച്ചുകൂടി സ്നേഹിക്കത്തില്ല, നിനക്ക് കുറച്ചുകൂടി അവരോട് പൊറുക്കത്തില്ല എന്ന് നമ്മളോട് പറയും. അത് കേട്ടില്ലെങ്കിൽ നമ്മളത് ദൈവത്തിന് കേൾക്കുന്നത്. അതുകൊണ്ട് അഡോറേഷൻ വേറൊരു വാക്കാണ് ഇവർ പറയുന്നത് ആരാധനയുടെ വാക്കുകൾ എന്താണ്? അത് ഇംഗ്ലീഷ് പറയുന്നത് അഡോറേഷൻ. അതിന്റെ മിഡിൽ നെയിം ആണ് ഓറ എന്ന് പറഞ്ഞ മൗത്ത്. അപ്പൊ അതിന്റെ ശരിക്കും അഡോറേഷൻ മൗത്ത് ടു മൗത്ത്. അതായത് ഞാൻ കർത്താവിനോട് പറയുന്നു, കർത്താവ് അത് എന്നോട് പറയും. അതാണ് ശരിക്കും അഡോറേഷൻ. കർത്താവ് നമ്മുടെ അടുത്ത് നമുക്കെല്ലാം പറയാം, എന്ത് കംപ്ലൈന്റ് കൊടുക്കാം. പക്ഷെ അവസാനം ദൈവത്തിന് വചനം ശ്രദ്ധിച്ച് ആ ശ്രമിക്കുമ്പോൾ കർത്താവ് നമ്മളെ തിരുത്തും. എന്നിട്ട് നമ്മളെ അവിടെയാണ് ശരിക്കുള്ള പ്രാർത്ഥന. എന്നും പ്രാർത്ഥന ഇത് ഓർക്കണം, കർത്താവിന്റെ സ്വരം ശ്രമിക്കാതെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. ഏത് നിമിഷവും ഞാൻ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കർത്താവിന് പറയും, കർത്താവ് ശരിയാണ്, നിങ്ങൾ പറയുന്നത് കേൾക്കും. പക്ഷേ അത് കഴിഞ്ഞ് കർത്താവ് നമ്മളോട് സ്നേഹത്തോടെ നമ്മളോട് എന്തെങ്കിലും പറയുന്നത് എന്താണ് കർത്താവ്? കർത്താവിനെ കളിയാക്കാൻ ഏത് നിമിഷം കർത്താവ് ശ്രമിക്കുകയാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ചെവിയടച്ച് നമ്മുടെ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് അവിടെ പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ശ്രമിക്കുക, നമ്മൾ പ്രാർത്ഥനയിലൂടെ കർത്താവിന്റെ പ്രാർത്ഥനയിലൂടെയും നമ്മൾ ധ്യാനത്തിലൂടെ വളരാൻ പറയുന്നത് നമ്മൾ എപ്പോഴും ഇതാണ് ചെയ്യുന്നത്. നമുക്ക് എന്തും പറയാൻ ദൈവത്തെ, പക്ഷെ അവസാനം നിശബ്ദമായിട്ട് ദൈവത്തിന് വളരെ കേൾക്കാനായിട്ട്. അപ്പം പലരും കേൾക്കുമ്പോൾ നമ്മൾ സ്വന്തം ഉള്ള വാക്കുകളെ കേൾക്കേണ്ടത്. കർത്താവ് പറയുന്നവർ, ആ കർത്താവിന് വരുന്ന ഒരു സൈനാണ് നമ്മളെ തിരുത്തിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് വചനം തിരിച്ചിട്ടില്ല. ഇതാണ് ശരിക്കുള്ള പ്രാർത്ഥന. ദൈവം അങ്ങനെയാണ്. കാരണം ദൈവം നമ്മളെ തിരിച്ച് നമ്മളോട് ഇഷ്ടം, നമ്മുടെ സ്നേഹമുള്ളതുകൊണ്ടാണ് ദൈവം നമ്മളെപ്പോഴും തിരുത്തി. ധാരാളം പറയുന്നുണ്ട്, എന്നോട് സ്നേഹമുണ്ടായിട്ടാണ് ഞാൻ എത്തിയത്. അതുകൊണ്ട് നമ്മളിത് മനസ്സിലാക്കുക, കർത്താവിന് എല്ലാ ആഗ്രഹങ്ങളുള്ളൂ. നമ്മളെല്ലാം ദൈവത്തെ പോലെയാണ്. അൽഫോൻസും ആ വഴിയിലൂടെയാണ് എത്രയും പെട്ടെന്ന് നടന്നു ഒരു മകളാണ്. നമ്മൾ ഇവിടെ സ്ലോ ആയിട്ടായിരിക്കും, പക്ഷേ അത് നടത്തണം. നമുക്കെല്ലാവർക്കും, നമുക്ക് വേറെ ചോയ്സ് ഇല്ല. നമ്മളെല്ലാവരും ഒന്നെങ്കിൽ ഇവിടെ നമുക്ക് പറ്റുമ്പോൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ശുദ്ധീകരണത്തിൽ കുറേ വർഷങ്ങൾ കിടന്ന് അത് നമുക്ക് കിട്ടണമെന്നില്ല. ഇവിടെയാണെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് പറയും, നമുക്ക് തന്നെ അറിയാം എത്ര പേര് മരിച്ചു കഴിഞ്ഞ് നമുക്കൂടി കാണും. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്, നമ്മൾക്ക് ഈ ലോകത്ത് നമുക്ക് സമയം ഒരു കാര്യം ദൈവത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ചാൻസാണ്. ആ തിരിച്ചു പോകാന്ന് പറഞ്ഞാൽ ദൈവത്തെ പോലെ ആകണം. അതിനുവേണ്ടി പ്രാർത്ഥനയിലൂടെ ധ്യാനത്തിലൂടെ ഏത് നിമിഷം നമ്മൾ കുറേയും കൂടെ എപ്പോഴും കുറച്ചുകൂടി ദൈവത്തെ പോലെ ആകാൻ ശ്രമിക്കാം. അതിലൂടെയാണ് നമ്മുടെ ശരിക്കുള്ള പ്രാർത്ഥന. നമുക്ക് എന്ത് ദൈവത്തോട് പറയാം, പക്ഷേ ദൈവം പറയുന്നത് കേൾക്കാൻ നമുക്ക് ശ്രമിക്കും. പറയുന്ന ഒരു സൈൻ മാത്രമേ ഉള്ളൂ, പറയുമ്പോൾ എന്നെ
എന്നെ തിരുത്തി എൻ്റെ കുറവുകൾ കാണിക്കും, എന്നോട് വളരാൻ പഠിപ്പിക്കും. ആ വഴിയിലൂടെ നീങ്ങുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും നല്ല സന്തോഷത്തിന് ദൈവം. അങ്ങനെ നമ്മൾ വളരുമ്പോൾ നമ്മുടെ ചുറ്റിലുള്ളവരും വളരും. അങ്ങനെയാണ് ദൈവം എല്ലാവരെയും ദൈവത്തിൻ്റെ പോലെ ഉപയോഗിക്കുക. അതിനുള്ള പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളൊക്കെ കേൾക്കുക. ധാരാളം അതായത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിലൂടെ ഈ ദിവസങ്ങൾ പ്രത്യേകിച്ച് അൽഫോൻസെ പറ്റി അറിയാനും ബെത്ലഹേമിൽ നടന്ന വഴിയിലൂടെ നടക്കുവാനും നമുക്കെന്നും നമ്മളെ പ്രാർത്ഥിക്കാം. നിങ്ങളെ പഠിപ്പിക്കാം. നീ കൊച്ചായിരുന്നപ്പോൾ ഈ വഴി പഠിച്ചത്. ഞങ്ങളൊക്കെ ഇത്രയും പ്രായമായിട്ട് നിങ്ങളിത് പഠിച്ചിട്ടില്ല. ഇനി ധാരാളം പഠിക്കാനാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ നവീനയിലൂടെയും ഈ സമയത്ത് പഠിപ്പിക്കണം. ആ വഴിയിലൂടെ വിശുദ്ധിയുടെ വഴിയിലൂടെ പുരുഷന്റെ വഴിയിലൂടെ ഈശോ പോലെ ആകാനാണ് ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് നമുക്ക് ഇന്ന് ഈ കുർബാനയിലും ഈ ദിവസങ്ങളും ഈശോയുടെ ബെത്ലഹേം മറിയത്തിൻ്റെയും അൽഫോൻസ് മധ്യസ്ഥ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം.